2025 ഡിസംബർ 25-ലെ സിറാജ് എഡിറ്റോറിയൽ. ആരോഗ്യരംഗം കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെക്കരുത്. ആരോഗ്യ സേവനം ഒരു അവകാശമെന്ന നിലയിൽ നിന്ന് വ്യതിചലിച്ച് ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണിന്ന്. സ്വകാര്യ ആശുപത്രികളിലേക്ക് ഒഴുകുന്ന വിദേശ നിക്ഷേപത്തിനും ഇൻഷുറൻസ് കമ്പനികളുടെ സ്വാധീനത്തിനും ഇതിൽ വലിയ പങ്കുണ്ട്. ആരോഗ്യമേഖല വിദേശ കോർപ്പറേറ്റുകൾക്ക് മലർക്കെ തുറന്നുകൊടുക്കുന്നത് ചികിത്സാ ചെലവ് കുത്തനെ വർദ്ധിക്കാനും സാധാരണക്കാർക്ക് ചികിത്സാ മേഖല അപ്രാപ്യമാകാനും ഇടയാക്കുമെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതുമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ IMA പുതിയ നയരേഖയും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നു. ആരോഗ്യമേഖലയിലെ അനിയന്ത്രിതമായ വിദേശ നിക്ഷേപവും ഇൻഷുറൻസ് അധിഷ്ഠിത വില നിയന്ത്രണങ്ങളും പൊതുജനാരോഗ്യ മേഖലയിൽ സർക്കാർ മതിയായ നിക്ഷേപം നടത്താത്തതും പൊതുജനാരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുകയാണെന്ന് ആരോഗ്യപൂർണമായ ഇന്ത്യ ലക്ഷ്യമാക്കിയുള്ള ബ്ലൂ പ്രിന്റ് എന്ന നയരേഖയിലാണ് IMA കുറ്റപ്പെടുത്തുന്നത്. DGPയുടെ 5.2% സർക്കാർ ആരോഗ്യമേഖലയ്ക്ക് നീക്കിവെക്കേണ്ടതുണ്ട്. താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളെല്ലാം ഇത്രയും വിഹിതം ചെലവഴിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ചെലവഴിക്കുന്നത് 3.8%-ആണെന്ന് IMA ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിൽ അനിയന്ത്രിതമായി കച്ചവട താൽപര്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സാധാരണക്കാരന് ചികിത്സാ ചെലവ് താങ്ങാനാകുന്നില്ല. ഇൻഷുറൻസ് കമ്പനികൾ ചികിത്സാ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനു പകരം നികുതി പണം ഉപയോഗിച്ച് സർക്കാർ നേരിട്ട് ആരോഗ്യ സേവനങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് IMA നിർദ്ദേശിക്കുന്നു. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളുടെ വരുമാനം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. 2027ഓടെ ഇത് $219 മില്യൺ, ഏകദേശം 19.66 ലക്ഷം കോടി രൂപ ആകുമെന്നാണ് സർക്കാർ ഏജൻസിയായ ഇൻവെസ്റ്റ് ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. 2021-ലെ വരുമാനത്തിന്റെ ഇരട്ടിയിലേറെ വരുമിത്. കോർപ്പറേറ്റുകളെയും വിദേശ നിക്ഷേപകരെയും ഇന്ത്യയിലെ ആരോഗ്യമേഖലയിലേക്ക് ആകർഷിക്കുന്നത് ഈ മികച്ച വരുമാനമാണ്. ചികിത്സാ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്ന സംസ്ഥാനമെന്ന നിലയിൽ കോർപ്പറേറ്റുകൾ മുഖ്യമായും ലക്ഷ്യമിടുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരളത്തിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ 1 ഡസനോളം വിദേശ ആഭ്യന്തര കോർപ്പറേറ്റുകൾ നിക്ഷേപം നടത്തിയതായും കഴിഞ്ഞ 1 വർഷത്തിനിടെ ഏകദേശം 7000 കോടി രൂപയുടെ വിദേശ നിക്ഷേപമെത്തിയെന്നുമാണ് റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ നിക്ഷേപ കമ്പനികളിലൊന്നായ ബ്ലാക്ക്സ്റ്റോൺ, ടെക്സാസ് ആസ്ഥാനമായ TPG, ന്യൂയോർക്ക് ആസ്ഥാനമായ KKR തുടങ്ങിയ US കമ്പനികളും ചില ആഭ്യന്തര കമ്പനികളുമാണ് അടുത്തിടെയായി കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നിക്ഷേപം നടത്തിയത്. മാനുഷിക പരിഗണനയേക്കാളുപരി വൻ ലാഭം ലക്ഷ്യം വെച്ചാണ് വിദേശ നിക്ഷേപകർ ആശുപത്രികളിൽ പണമിറക്കുന്നത്. നിക്ഷേപിച്ച തുക തിരിച്ചുപിടിക്കാനായി ആശുപത്രികൾ രോഗികളിൽ നിന്ന് ഉയർന്ന തുക ഈടാക്കാൻ നിർബന്ധിതരാകുന്നു. അനാവശ്യ ടെസ്റ്റുകൾ, ബില്ലുകളിൽ ഹിഡൻ ചാർജ്, വില കൂടിയ മരുന്നുകളുടെ അമിത ഉപയോഗം തുടങ്ങി രോഗിക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതുവഴി ഉണ്ടായിത്തീരുന്നത്. ഹൃദയ, കരൾ, വൃക്ക, കുടൽ ശസ്ത്രക്രിയയ്ക്ക് ലക്ഷങ്ങളാണ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കി വരുന്നത്. വൻതുക പ്രീമിയം ഈടാക്കുന്ന വിദേശ കമ്പനികളുടെ ഇൻഷുറൻസ് ഉള്ളവർക്കല്ലാതെ സാധാരണക്കാരന് ഇത് താങ്ങാൻ പ്രയാസം. വിദേശ കമ്പനികളുടെ ഇൻഷുറൻസ് സ്വീകരിക്കുന്ന ആശുപത്രികൾ അതിനേക്കാൾ താഴ്ന്ന നിരക്കുള്ള ആഭ്യന്തര ഇൻഷുറൻസ് ക്ലെയിമുകളെ 2ാം തരമായി കാണുകയും അത്തരം രോഗികൾക്ക് ക്ലെയിം നിഷേധിക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിന്റെ മറ്റൊരു ദൂഷ്യം. ആശുപത്രികളിൽ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങളും റോബോട്ടിക് സർജറി പോലുള്ള ചികിത്സാ രീതികളും ലഭ്യമാക്കുക, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മികച്ച ചികിത്സ തുടങ്ങി ചില ഗുണകരമായ വശങ്ങളുണ്ട് വിദേശ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾക്ക്. എന്നാൽ ഈ ഗുണങ്ങൾ ഉയർന്ന സാങ്കേതിക ശേഷി ഉള്ളവർക്കോ വൻകിട ഇൻഷുറൻസ് പോളിസി ഉള്ളവർക്കോ മാത്രമായി പരിമിതപ്പെടുന്നു. സർക്കാർ ആശുപത്രികളിൽ പലപ്പോഴും മതിയായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ പാവപ്പെട്ടവരും മധ്യവർഗവും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്നതിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നത് സാമൂഹിക അസമത്വത്തിന് വഴിയൊരുക്കുന്നു. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവിൽ കൃത്യമായ നിയന്ത്രണം വരുത്തുക, സർക്കാർ ആശുപത്രികളിൽ സ്വകാര്യ മേഖലയ്ക്ക് സമാനമായ സൗകര്യം ഏർപ്പെടുത്തുക, സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ആയുഷ്മാൻ ഭാരത് പോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ കൂടുതൽ ആശുപത്രികളിൽ പ്രായോഗികമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, വിദേശ ഇൻഷുറൻസിന് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇതിനു പരിഹാരം. വിദേശ ഇൻഷുറൻസ് ആധിപത്യം നിയന്ത്രണ വിധേയമാക്കാതിരുന്നാൽ രാജ്യത്ത്
ആരോഗ്യം പണക്കാർക്ക് മാത്രം ലഭിക്കുന്ന ആഡംബരമായി മാറും. ആരോഗ്യ സേവനം ലാഭമുണ്ടാക്കാനുള്ള വെറുമൊരു കമ്പോളമല്ല എന്ന തിരിച്ചറിവും ബോധവും ഭരണകൂടത്തിനും ആശുപത്രി ഉടമകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്.